ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ റമദാനിലെ എൻ്റെ ഒരു ദിവസത്തെ വ്ളോഗാണ്. ഇതിൽ പാർട്ടി സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ റമദാൻ ടൈമിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ 2 റെസിപ്പീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലത്തെ സുബഹ് ഓതലെല്ലാം കഴിഞ്ഞാൽ ഒരു 6:30 മണിയെല്ലാം ആവും കേട്ടോ കിടക്കാൻ. പിന്നെ ഒരു 8 മണി 9 മണിയുടെ ഉള്ളിൽ തന്നെ എഴുന്നേൽക്കലുണ്ട്. ഇത് രാവിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഉച്ച ആവാറായിട്ടാ. അപ്പോൾ നമ്മളെ ഗാർഡനിൽ ഒരു പക്ഷി കൂട് കെട്ടിയിട്ട് മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു ചെടിയുടെ ഉള്ളിൽ. അപ്പോൾ അത് വിരിഞ്ഞിട്ട് ഇതാ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമല്ല ഇങ്ങനെ കൂട് കാണാൻ. 2 പക്ഷി കുഞ്ഞുങ്ങളുണ്ടായിന്. അപ്പോൾ ഒന്നിനെ കാണുന്നില്ല. പിന്നെ നോക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇത് മുട്ടയിട്ടിട്ട് വിരിഞ്ഞ പാട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 3 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ 2-3 സാധനത്തിൻ്റെ കുറവുണ്ടായിന്. അപ്പോൾ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് മാസിനെ വാങ്ങാൻ അയച്ചതാണ്. അപ്പോൾ അന്നത്തെ ദിവസം രാത്രിയിലത്തെ ഫുഡ് ചിക്കൻ ടിക്ക മസാലയും നെയ്ച്ചോറുമാണ്. ഇത് നല്ല ഒരു പാർട്ടി സ്പെഷ്യലായിട്ടും എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 750 ഗ്രാം ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിന്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ തൈര്. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം മിക്സാക്കി ചിക്കനിൽ പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ടൈം ഇല്ലെങ്കിൽ കുറഞ്ഞതൊരു 10-15 മിനിറ്റെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാകാൻ വെച്ചിന് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിന്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുമ്പം നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പം. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ബോൺലെസ് ബോണോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തത്. ചിക്കൻ ടിക്ക മസാലയൊക്കെ ബോൺലെസ് ചിക്കനായിട്ടാണ് എടുക്കൽ. അപ്പോൾ എങ്ങനെ എടുക്കുക, നിങ്ങൾക്ക് താല്പര്യമില്ല പോലെ എടുക്കാം കേട്ടോ. ചിക്കനെല്ലാം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ക്ലോസ് ആക്കിയിട്ട് കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ആ ടൈമിൽ ചിക്കൻ ടിക്ക മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി തക്കാളി എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാണ്. ഇതിപ്പോൾ 3 മീഡിയം സൈസ് ഉള്ളിയും 2 വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തത്. ഇനിയിപ്പോൾ ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 3/4 കിലോ ചിക്കൻ്റെ അളവാണ്. 1/2 കിലോ ചിക്കനെല്ലാം എടുക്കുന്നതാണെങ്കിൽ 2 മീഡിയം സൈസ് ഉള്ളി എടുത്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ചിക്കനെല്ലാം നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇനി ക്ലോസ് ആക്കി വെക്കണ്ട, ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഉള്ളിയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം തക്കാളിൻ്റെ പ്യൂരിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. 2 വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 3 എടുക്കുക. ചിക്കനിപ്പോൾ ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമെല്ലാം വറ്റി നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഈ ടൈമിൽ ചിക്കനെല്ലാം ഒന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ചിക്കൻ ടിക്ക മസാലയ്ക്ക് ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് നടുക്ക്. അപ്പോൾ അതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ച് വെക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം പുക വരുമ്പോൾ ക്ലോസ് ആക്കി വെക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇങ്ങനെ ഒരു സ്മോക്കി ഫ്ലേവർ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക. പാർട്ടി സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ആ ഒരു മണവും രുചിയും എല്ലാം കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതേ ഓയിലിലേക്ക് തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് വഴന്ന് വരണം കേട്ടോ. നല്ല ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റി കൊടുക്കുക.
ആ ടൈമിൽ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയാൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തതിന് അത് നോക്കിയിട്ട് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട. ഇനി നേരത്തെ അരച്ച് വെച്ച തക്കാളി പ്യൂരി ചേർത്ത് കൊടുക്കുക. തക്കാളി പ്യൂരി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടായിട്ട് ആ തക്കാളീൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന വരെ വഴറ്റി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അതിന് ശേഷമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ആകെ പോവും. ഇതിപ്പോൾ തക്കാളി നല്ലോണം വഴന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ 4 പൗഡേഴ്സും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പൗഡേഴ്സിൻ്റെ റോസ്മെല്ലെല്ലാം മാറിയിട്ട് നല്ലൊരു മണം വരുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവറാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ഉണ്ടാവൽ. ഇനി ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ചിക്കനിലേക്ക് നല്ലോണം മസാലയെല്ലാം തേച്ച് ചിക്കൻ മൊത്തത്തിലൊന്ന് ചൂടാകുന്ന വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പം നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്, പച്ചവെള്ളം ചേർക്കാനേ പാടില്ല. അപ്പോൾ നിങ്ങൾ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചിക്കൻ്റെ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ടിക്ക മസാലക്ക് അധികം ഗ്രേവി ഉണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഗ്രേവിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നാലാണ് ചിക്കനും ഗ്രേവിയും എല്ലാം ഒന്ന് സെറ്റായിട്ട് കിട്ടല് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ബട്ടറെല്ലാം ചേർക്കുമ്പോഴാണ് കേട്ടോ ചിക്കൻ ടിക്ക മസാലക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ടിക്ക മസാലൻ്റെ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൊടുക്കുന്നത് ഈ കസൂരി മേത്തിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലയും കുറച്ച് പച്ചമുളക് 2-3 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ എരിവൊന്നും അങ്ങനെ ഇറങ്ങൂല, ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുത്താൽ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്സ് ഉണ്ടാക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പാർട്ടി വ്ളോഗിൽ അമ്മായി കൊണ്ടുവന്ന ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു സ്നാക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിന്. അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പീസാക്കിയാൽ നമുക്ക് അധികം ഓയിൽ ഒഴിക്കാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 200 ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് അറബിക് മസാല, എന്തെങ്കിലും മന്തി മസാലയോ അങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക, ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് മാറ്റി വെക്കുക. ടൈം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കനിൽ നല്ലോണം മസാല പിടിച്ച് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെച്ചിന് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടെ ഓയിലിൽ നല്ലോണം ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ മൂത്ത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ചിക്കനിൽ മൊത്തത്തിൽ ഒന്ന് ചൂടായിട്ട് വന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ ടൈമിൽ അതിലേക്ക് വേണ്ടുന്ന വെജീസെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, വലിയ ക്യാപ്സിക്കാണെങ്കിൽ 1ൻ്റെ പകുതി മതി, ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കുക. പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയനും എടുത്തിട്ടുണ്ട്.
സ്പ്രിംഗ് ഓണിയൻ ഓപ്ഷനാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ചില്ലി ചിക്കൻ മസാല ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിംഗ് ഓണിയനിൽ ചേർത്ത് കൊടുത്താൽ ആ ഒരു ചില്ലി ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ കിട്ടും കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 5 മിനിറ്റ് ക്ലോസ് ആക്കിയിട്ട് കുക്ക് ചെയ്ത സമയത്ത് ഇതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഉള്ളിയും ക്യാപ്സിക്കും ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇത് ഒരുപാടൊന്നും വാടിയണ്ട കേട്ടോ. അപ്പോൾ ചില്ലി ചിക്കൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ല. അപ്പോൾ അതുപോലെ ഒന്ന് വാടിയിട്ട് വന്നാൽ മതി കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ അതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിന്. ഇത് ഹോം മെയ്ഡ് ടൊമാറ്റോ സോസാണ്. ഞാൻ പ്രിപ്പറേഷൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ട്, കണ്ടോക്കുക. 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിന്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള മസാലയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ ഉപ്പ് ചേർത്തിന്, അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർത്താൽ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള മസാലയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കുക. ഈ ഒരു റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മസാല കൊണ്ടും ചെയ്യാം കേട്ടോ. ഷവർമ്മ മസാല എന്ത് ചെയ്യാം. ഇത് എളുപ്പത്തിൽ ചില്ലി ചിക്കൻ, ഗാർലിക് ചിക്കൻ ആ ഒരു ഫ്ലേവറിൽ വരുന്ന നല്ലൊരു മസാലൻ്റെ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് ഒന്ന് ആവി കയറ്റാനുണ്ട് കേട്ടോ. ഇതൊന്ന് പരത്തിയെടുക്കാനുണ്ട്. അപ്പോൾ ആവി കയറ്റിയിട്ട് പരത്തിയെടുത്താൽ നല്ല വൃത്തിയിൽ പരത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടെല്ലാം ആണെങ്കിൽ ബ്രെഡ് എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആവി കയറ്റിയിട്ട് പരത്തിയാൽ നല്ല വൃത്തിയിൽ പരത്തിയെടുക്കാൻ പറ്റും. കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ഇടലുണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രെഡ് പരത്തിയെടുക്കാൻ പറ്റൂല. അത് അങ്ങനെ തന്നെ പരത്തുന്നതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ആവി കയറ്റിയിട്ട് പരത്തിയൊക്കെ ഏത് ബ്രെഡായാലും പരത്തിയെടുക്കാൻ പറ്റും. ഒരു 2 മിനിറ്റ് ആവി കയറ്റിയാൽ മതി കേട്ടോ. നല്ലോണം ചൂടായതിന് ശേഷം ബ്രെഡ് വെച്ച് കൊടുക്കുക. 2 മിനിറ്റ് ആവി കയറ്റേണ്ട ആവശ്യമുള്ളൂ, അധികം ചൂടാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ സ്നാക്സ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഒരു മൈദൻ്റെ പേസ്റ്റ് റെഡിയാക്കി വെക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മൈദയിൽ 2 സ്പൂണ് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് മിക്സാക്കി വെക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇതിങ്ങനെ കേക്കിൻ്റെ ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും കേട്ടോ. അത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 മിനിറ്റ് ബ്രെഡ് ആവിയെല്ലാം കയറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല വൃത്തിയിൽ പരത്തിയെടുക്കാം. ഒന്ന് പരത്തിയെടുക്കുന്ന ടൈമിൽ മറ്റേത് അവിടെ അടച്ചു വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അതൊന്ന് ഡ്രൈ ആയിപ്പോവും. ഇനിയിപ്പോൾ ഇതാ കണ്ടിട്ടില്ലേ, ഇതിപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് തന്നെ അല്ലേ. അപ്പോൾ ഇത് കുറച്ച് വലിയ ബ്രെഡാണ്, സാൻഡ്വിച്ച് ബ്രെഡാണ് കേട്ടോ. ഏത് ബ്രെഡും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡെല്ലാം കട്ട് ചെയ്യുന്ന പോർഷന് കളയണ്ട കേട്ടോ. ഇത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് വേറെ സ്നാക്സിനെല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ബ്രെഡിൻ്റെ ഒരു സൈഡിൽ മൈദ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കോണാക്കിയിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കുമ്പോൾ അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ. ആവി കയറ്റിയ ബ്രെഡ് ആയതുകൊണ്ട് മൈദൻ്റെ പേസ്റ്റ് നിർബന്ധമില്ല, എന്നാലും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതല്ല, അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് മസാല ഫില്ല് ചെയ്യുക. ഇതിപ്പം കുറച്ച് വലിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം മസാല ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് 2-3 സ്പൂണ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ എണ്ണയിലിടുമ്പം പെട്ടെന്ന് ചിലപ്പം പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ വെള്ളത്തിലിട്ട് വെച്ചത്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്യുക മൈദൻ്റെ പേസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ ഒരു കോൺ ഐസ്ക്രീം പോലെ ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ പാർട്ടി സ്പെഷ്യലായിട്ട് ചെയ്യുമ്പം നല്ല സ്പെഷ്യലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇത് സിമ്പിളാണ് കേട്ടോ, എളുപ്പമാണ് ചെയ്യാൻ. ഇതത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ബ്രെഡ് ആവി കയറ്റിയാൽ പെട്ടെന്ന് തന്നെ പരത്തി ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഞാൻ അതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ട് ഒരുപാട് മെത്തേഡിൽ ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഏത് മെത്തേഡായാലും ഇങ്ങനെ ആവി കയറ്റിയിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല പരന്നിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ആവി
ആവി കയറ്റിയിട്ട് പരത്തിയിട്ട് ചെയ്യുമ്പോൾ എണ്ണയൊന്നും കുടിക്കൂല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ബ്രെഡ് വെച്ചുള്ള സ്നാക്കെല്ലാം കുറച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിച്ച കണക്കെ ഉണ്ടാവുമല്ലോ, പക്ഷേ ഇത് അങ്ങനെ എണ്ണ കുടിച്ച പോലെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ, വലിങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. എന്നിട്ട് മൈദൻ്റെ പേസ്റ്റ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിലും ഇതുപോലെ കോണാക്കിയിട്ട് മടക്കിയെടുത്താലും കാണാൻ നല്ല ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതില്ലാതെയും ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്റ്റിക്കിന് അങ്ങനെ വലിയ പൈസ ഒന്നുമില്ല, ഒന്നിന് 1 രൂപ അങ്ങനെ മറ്റാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതാ ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇത് ടൈം ആവാറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, ഈ സ്റ്റിക്ക് ഇല്ലതുകൊണ്ട് തന്നെ ചിലപ്പം പൊട്ടിപ്പോവും കേട്ടോ. അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യാം. ഇങ്ങനെ ആവി കയറ്റിയിട്ട് പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. പെട്ടെന്നൊന്നും ആ ക്രിസ്പിനെസ് പോകുന്നില്ല കേട്ടോ, പിന്നെ എണ്ണ കുടിക്കുന്നില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക, പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുക്കാവാനൊന്നും ഇല്ലല്ലോ, ബ്രെഡല്ലേ. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്കിൻ്റെ കൂടെ ക്യാരറ്റ് പോളി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് കുംസ് എന്നാണ് നമ്മൾ പറയൽ. ക്യാരറ്റ് വേവിച്ച് മുട്ടയും കൂട്ടിയിട്ട് അരച്ചെടുക്കുന്നത് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലേ, പാൽപ്പൊടി എല്ലാം കൂട്ടിയിട്ട് അരച്ചെടുക്കുന്നത്. അത് മോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ ആൾ അപ്പുറത്തുനിന്ന് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇതിപ്പോൾ പാർട്ടി സ്പെഷ്യലെല്ലാം ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ ചിക്കു ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയിലല്ല, കുറച്ച് ജ്യൂസിലാണ് കേട്ടോ. നോമ്പിൻ്റെ ടൈമിൽ അങ്ങനെ കട്ടിയിൽ കുടിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 സപ്പോട്ട തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിന്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കു ഷേക്കിന്. ഇനി നല്ല തണുത്ത പാൽ ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കുക. നല്ല കട്ട പാലിൽ അടിച്ചെടുത്താൽ നല്ല ചിക്കു ഷേക്കായിട്ട് കിട്ടും. ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കുറച്ച് ഐസ്ക്രീമോ വിപ്പിംഗ് ക്രീമോ ചേർത്തിട്ട് അടിച്ചാൽ കിട്ടും. പക്ഷേ ഞാനിത് നോമ്പ് തുറക്കാനായതുകൊണ്ട് തന്നെ 1 കപ്പ് തണുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ അധികം തണുപ്പ് ആർക്കും പറ്റുന്നില്ല. ഇപ്പം തന്നെ എല്ലാവർക്കും ചുമ പിടിച്ച്, എനിക്ക് തന്നെ നല്ല ചുമയുണ്ട് കേട്ടോ. ഇപ്പം ചുമയില്ലാത്ത ടൈമിൽ ഞാനങ്ങനെ വോയിസ് കൊടുക്കുന്നതാണ്. ഇത് മോളുണ്ടാക്കിയ ക്യാരറ്റ് കുംസാണ്. ഇനിയിപ്പോൾ ജ്യൂസ് ഞാൻ ക്ലാസ്സിൽ തന്നെ ഒഴിച്ച് വെക്കലാണ്. ഇവിടെ ജ്യൂസ് ഒറ്റ ക്ലാസ് മാത്രമേ എല്ലാവരും കുടിക്കുള്ളൂ, അതുകൊണ്ട് ക്ലാസ്സിൽ തന്നെ ഒഴിക്കലാണ്. പിന്നെ നാരങ്ങ വെള്ളം, സാദാ വെള്ളം, തണുത്ത വെള്ളം അതെല്ലാം ജഗ്ഗിൽ കുപ്പിയിലെല്ലാം ആക്കി വെക്കും. അതെല്ലാം മോള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ ഒരു നോമ്പ് തുറ ഇങ്ങനെ തന്നെയാണ്. ഒരു സ്പൈസി സ്നാക്കും പിന്നെ ഒരു സ്വീറ്റ് എന്ന് പറയുന്നേ ഉള്ളൂ, അതിൽ മധുരം ഒന്നും ചേർക്കുന്നില്ല. ഇക്കാക്ക് അതുപോലത്തെ കുംസാണ് ഇഷ്ടം, അതാകുമ്പം പിന്നെയും കഴിക്കും. ഇത് ഒറ്റ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയല്ലേ വെച്ചിട്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പല തരത്തിൽ കുംസാക്കലുണ്ട്. ഇത് എളുപ്പത്തിൽ ഇപ്പം മോൾ ഉണ്ടാക്കിയതാണ്, ഒരുപാട് ലെയർ ചെയ്തിട്ട് അങ്ങനെയെല്ലാം ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ്സ് തരുന്നുണ്ട് കേട്ടോ, അതിലെല്ലാം ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വ്ളോഗ്സോ റെസിപ്പീസോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ, അസ്സലാമു അലൈക്കും.